മോനെ, കണ്ണുള്ളപ്പോഴേ അതിന്റെ വിലയറിയൂ. അതില്ലാത്തപ്പോ അതിന്റെ വില അറിയില്ല. നിനക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ മടിയാ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത നാടാണല്ലോ, പാരമ്പര്യ മുസ്ലിമീങ്ങളുള്ള നാടാണല്ലോ, ഒരുപാട് മഹാന്മാരുടെ കാൽസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണല്ലോ. ഈ മണ്ണിൽ ജനിച്ചിട്ടെന്റെ പൊന്നുമോനെ നീ ഇങ്ങനെ അതപ്പതിച്ചു പോയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്നേഹം കൊണ്ട് പറയുകയാ പൊന്നുമോനെ, അള്ളാന്റെ റസൂല് പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ഓരോ ചെറുപ്പക്കാര്, ഞാനും നിങ്ങളും ഉൾപ്പെടെ ഓരോ മനുഷ്യന്റെ മുന്നില് പൊന്നുമോനെ ഇന്ന് മറക്കാൻ കഴിയാത്ത രാത്രിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ, ഒരു വഖത്ത് പോലും നിസ്കരിക്കാത്ത ഒരു ചെറുപ്പക്കാരുണ്ടല്ലോ. ഈ സദസ്സിലാരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്ദ റഅസി റജുലിൻ മിനൽ അൻസാർ, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നിൽക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന് തലയുടെ ഭാഗത്ത് നിൽക്കുമ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അസ്റായീലിന്റെ രൂപം കണ്ടിട്ട് പേടിച്ചു പോവുകയാ. പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്, താടിരോമത്തിലൂടെ കണ്ണുനീരൊലിക്കുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ അസ്റായീൽ, ഇതെന്ത് രൂപമാണ് അസ്റായീൽ? ഇതെന്ത് രൂപമാണ് ഇസ്രായേൽ? ഇതെന്ത് കോലമാണ് ഇസ്രായേൽ? നിനക്കൊന്ന് ചിരിച്ചുകൂടെ? നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ? ഈ കിടക്കുന്നത് കാഫിറല്ലല്ലോ, ഈ കിടക്കുന്നത് ഒരു മുസ്ലിമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാ, നിനക്കൊന്ന് ചിരിക്കുന്ന മുഖത്തോട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഒന്ന് വന്നുകൂടെ ഇസ്രായേൽ? ആ സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇവനോട് ഞാൻ സ്നേഹം കാണിക്കില്ല നബിയേ, ഇവനോട് കരുണ കാണിക്കില്ല, ഇവനൊരു പരിഗണനയും നൽകില്ല, ഇവനൊരു പരിഗണനയും ഞാൻ നൽകില്ല. കാരണം ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തവനാ നബിയേ. എന്തെന്ന് ചോദിക്കുമ്പോ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ഓരോ ചെറുപ്പക്കാർ, ഓരോ ഉപ്പയും ഉമ്മയും കേട്ടോ, അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായീൽ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സർവ്വ മനുഷ്യരുണ്ടല്ലോ, മുസ്ലിം എന്ന് പറഞ്ഞ് പേരിട്ട് കൊണ്ട് നടക്കുന്ന, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് പേരിട്ട് കൊണ്ട് നടക്കുന്ന സർവ്വ മനുഷ്യനുണ്ടല്ലോ, അവന് കരയിൽ ജീവിക്കുന്നവനാകട്ടെ, അവന് കടലിൽ ജീവിക്കുന്നവനാകട്ടെ, അവൻ ദ്വീപിൽ ജീവിക്കുന്നവനാകട്ടെ, അവന് കുടിലിൽ ജീവിക്കുന്നവനാകട്ടെ, അവന് കൊട്ടാരത്തിൽ കഴിയുന്നവനാകട്ടെ, അവന് റോഡിന്റെ ഓരത്ത് കടത്തിണ്ണയിൽ കടന്നുറങ്ങുന്നവനാകട്ടെ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, കുല്ല യൗമിൻ ഖംസ മർറാ. മോനെ ചെറുപ്പക്കാരാ, അസ്റായീൽ റൂഹ് പിടിക്കാൻ മാത്രമല്ലടാ വരുന്നത്, അസ്റായീൽ റൂഹ് പിടിക്കാൻ മാത്രമല്ലടാ വരുന്നത്. ഇന്നത്തെ ദിവസമുണ്ടല്ലോ, 5 നേരം നിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്, എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, സിറാജേ, ഇന്ന് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാടാ, ഇന്ന് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാ സിറാജേ, തയ്യാറെടുത്തോ. എന്നോട് 5 പ്രാവശ്യമാ പറഞ്ഞത്. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ചെറുപ്പക്കാർ, നിസ്കരിച്ചവനും നിസ്കരിക്കാത്തവളും എല്ലാവരുടെ മുന്നിലും വന്നിട്ടുണ്ട്. എപ്പോഴാ വന്നതെന്നറിയുമോ? കാണണോ ചെറുപ്പക്കാരാ? അസ്റായീലിനെ കാണണോ ചെറുപ്പക്കാരാ? പൊന്നുമോനെ കാണാൻ ആഗ്രഹമുണ്ടോ? അസ്റായീൽ അലൈഹിസ്സലാമിനെ കാണാൻ ആഗ്രഹമുണ്ടോ? പേര് കേൾക്കുമ്പോഴേ പേടിയല്ലേ? എങ്കിലും പേടിക്കണ്ട ചെറുപ്പക്കാരാ, നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടോ? ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങി നാളെ രാവിലെ പടച്ചവര് പള്ളിയുടെ മിനാരത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, അസ്സലാത്ത്
ഖൈറും മിനന്നൗം. സുബഹിന്റെ ബാങ്ക് വിളിക്കുമ്പോ ഒന്നെഴുന്നേക്കടാ ചെറുപ്പക്കാരാ, ഒന്നെഴുന്നേക്കടാ ചെറുപ്പക്കാരാ. എന്നിട്ട് പള്ളിയിലേക്കൊന്ന് കടന്നു വാ പൊന്നുപോര്. ഇവിടത്തെ പള്ളിയിലേക്ക്, ഈ ചെറിയ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കടന്നു വാ പൊന്നുപോര്. വെളിയിൽ നിന്ന് ഹൗദിനകത്ത് നിന്ന് അടാ ഒന്നുപെടുത്തിട്ട് പള്ളിക്കകത്തേക്ക് വലതുകാല് വെച്ച് പള്ളിയുടെ കവാടത്തിൽ കയറുമല്ലോ. പള്ളിക്കകത്തേക്ക് വലതുകാലെടുത്ത് വെക്കുമ്പോ, പള്ളിയുടെ കവാടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ വലതു ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കടാ. ചിരിക്കുന്ന മുഖത്തോട് പള്ളിയുടെ കവാടത്തിൽ അസ്റായീൽ കാത്തു നിൽക്കുന്നുണ്ട് പൊന്നുപോര്. എന്തൊരു ചിരിയെന്നറിയുമോ, എന്ത് നല്ല വസ്ത്രമെന്നറിയുമോ. നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ് അസ്റായീൽ അലൈഹിസ്സലാം. ഓരോ വഖത്ത് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കടന്നു വരുമ്പോഴും പള്ളിയുടെ കവാടത്തിൽ നിന്ന് വാപ്പാ നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിലൊരു കാര്യം പറയുന്നു, മോനെ ഈ നിസ്കാരമൊന്ന് നിലനിർത്തട്, ഈ നിസ്കാരമൊന്ന് നിലനിർത്തട്. ഇത് നിലനിർത്തിയാ മരിക്കുമ്പോ എന്നെ ഇതുപോലെ കാണാമോനെ. നിസ്കരിക്കാതെ റോഡിലിരിക്കുമ്പോ, വീടിന്റെ മുന്നിലിരിക്കുമ്പോ, മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെയും അസ്റായീൽ വന്നിട്ട് പറയും, ഇരുന്നോടാ. ഈ കടലിന്റെ തിരമാലകൾ പാഞ്ഞു വരുന്ന നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇത്ര വലിയ ദൃഷ്ടാന്തം കണ്ടിട്ട് പോലും പടച്ചവരെ പള്ളിയിൽ കയറാതെ അഹങ്കാരിയെ പോലെ റോഡിന്റെ ഓരത്തിരുന്ന് സ്വറ പറന്നുകൊണ്ടിരുന്നോടാ. പൊന്നുമോനെ, ഒരു ദിവസം നിനക്ക് വരാനുണ്ടടാ. ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് ഞാൻ കടന്നു വരുമടാ. അന്ന് വെള്ളം കിട്ടാതെ മൃഗങ്ങൾ ചാകുന്നത് പോലെ കൈകാലിട്ടടിച്ച് നിനക്ക് പേടിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി നിനക്ക് ചാകേണ്ട ഒരു ദിവസം വരാനുണ്ടടാ. ഇന്ന് 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചെറുപ്പക്കാരാ, ഇന്ന് 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായീൽ പറയുന്നു, നബിയേ, അവിടുന്ന് പറയുന്നു, നബിയേ, ഈ കിടക്കുന്നവനോട് ഇതുപോലെ ഞാൻ പോയി പറഞ്ഞതാ നബിയേ. എന്നിട്ട് നന്നാകാത്തവനാട്, എന്നിട്ട് പോലും അനുസരിക്കാത്തവനാട്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഇവന്റെ മുന്നിൽ ഞാൻ ചിരിക്കൂല, ഇവരോട് കരുണ കാണിക്കൂല, ഇവരോട് സ്നേഹം കാണിക്കില്ല. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ടിറങ്ങുകയാണ്. പ്രവാചകന് വീടിനകത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അസ്റായീലിനോട് ചോദിക്കുന്നു, അസ്റായീൽ, ആരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ആരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ പോകുമ്പോ നല്ല വസ്ത്രം ധരിച്ച് ചിരിക്കുന്ന മുഖത്തോട് സന്തോഷത്തോടെ കടന്നു പോകുമോ അസ്റായീൽ? അവിടെന്ന് പറയുന്നു, നബിയേ, 5 നേരം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോ പോയി നിസ്കരിക്കുന്നവനുണ്ടല്ലോ, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവനുണ്ടല്ലോ, അവന്റെ റൂഹ് പിടിക്കാൻ വരുന്നത് എങ്ങനെയെന്നറിയുവോ? 5 നേരവും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പിരിഞ്ഞു പോയി ഭക്ഷണം കഴിച്ച് പാതിരാത്രിയിൽ നീ കിടപ്പറയിലേക്ക് കയറി കിടന്നുറങ്ങുമ്പോ അതാ വരുന്ന അസ്റായീൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എങ്ങനെയാ വരുന്നതെന്നറിയുമോ? എങ്ങനെയാ വരുന്നതെന്നറിയുമോ? ഇന്നല്ലദീന തതവഫാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അസ്റായീൽ അലൈഹിസ്സലാം തന്റെ അനുയായികളും കടന്നു വരികയാണ്. ചിരിക്കുന്ന മുഖത്തോട് നിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് സലാം പറയുകയാ. നിന്റെ വീടിന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാണ്. സലാം പറഞ്ഞിട്ട് വീടിനകത്തേക്ക് കയറുകയാ. കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയാതെ നീ കരയുമ്പോ, അല്ലാഹുവേ, അല്ലാഹുവേ, മരണവേദന സഹിക്കാൻ കഴിയാതെ ചെറുപ്പക്കാരാ നിന്റെ കണ്ണൊന്ന് നിറയുമ്പോ അസ്റായീൽ നിന്നോട് ചോദിക്കുന്നത് എന്തെന്നറിയുമോ? അസ്റായീൽ നിന്നോട് ചോദിക്കുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്
ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا في الجنة. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 5 നേരം എത്ര തിരക്കുള്ളവനാണെങ്കിലും പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ ഓടി വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന മോനെ, ഇന്ന് രാത്രി നിന്റെ വീടിനകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണം കണ്ണിന്റെ മുന്നിൽ കാണുമ്പോ, വേദന സഹിക്കാൻ കഴിയാതെ നിന്റെ കണ്ണ് നിറഞ്ഞൊടുകുന്നത് കാണുമ്പോ, അസ്റായിൽ നിന്നോട് ചോദിക്കുകയാണ്, അസ്റായിൽ നിന്നോട് ചോദിക്കുകയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. എന്തിനാടാ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാടാ വിഷമിക്കുന്നത്? കരയല്ലേ ചെറുപ്പക്കാരാ, കരയല്ലേ ചെറുപ്പക്കാരാ. ഇന്ന് ചിരിക്കേണ്ട ദിവസമാ പൊന്നുപോര്, ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാ പൊന്നുപോര്. നോക്കടാ, വഅബ്സിറൂ, നോക്കടാ, വഅബ്സിറൂ ഫിൽ ജന്ന. ഇതാണടാ സ്വർഗം, ഇതാണടാ സ്വർഗം, ഇതാണടാ നിന്റെ വീട്, ഇതാണടാ നിന്റെ തറവാട്. കരയല്ലേ പൊന്നുമോനെ, നോക്കടാ, വഅബ്സിറൂ ഫിൽ ജന്ന.